നമസ്കാരം, നാച്ചുറൽ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ ആദിത്യൻ. ഞാൻ തിരുവനന്തപുരം നാച്ചുറൽ ലൈഫ് ഉറിയക്കുടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മിസ്റ്റർ വിജയകുമാർ സാറാണ്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മുടെ നാച്ചുറൽ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സാറാണ്. അപ്പോൾ സാറിനോട് നമുക്ക് ചോദിക്കാം, സാർ എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്, ഇപ്പോൾ സാറിന് എങ്ങനെയുണ്ട്, നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം, ഞാൻ വിജയകുമാർ. കഴിഞ്ഞ 1-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ജോയിൻ ചെയ്തതാണ്. പല അസുഖങ്ങളായിട്ട് വന്നതാണ്. എനിക്ക് പ്രഷർ, ഷുഗർ, തൈറോയിഡ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നതാണ്. ഇത് 3 സാറിന്റെ പ്രധാന പ്രശ്നങ്ങൾ. സാറിന് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഉറക്കത്തിനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉറക്കത്തിനും ഗുളിക കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നു? ഉറക്കത്തിനും ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സാറിന് പ്രധാനമായിട്ടും നമ്മുടെ ഷുഗറിന്റെ പ്രശ്നം, പ്രമേഹത്തിന്റെ പ്രശ്നം, BP-യുടെ പ്രശ്നം, പിന്നെ അതേപോലെ തൈറോയിഡിന്റെ പ്രശ്നം, പിന്നെ നമുക്ക് ഉറക്കമില്ലായ്മ എന്ന ബുദ്ധിമുട്ടും സാറിന് പ്രധാനമായിട്ടുണ്ട്. അപ്പം സാറിന് ആദ്യം വന്നപ്പം സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യം വന്നപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നാച്ചുറൽ ലൈഫിനെ പറ്റി വിശ്വസിച്ച് സാറ് വന്നപ്പോൾ സാറിന് എന്തായിരുന്നു സാറിന്റെ മനസ്സിൽ? നാച്ചുറൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രകൃതി, എന്തായാലും എനിക്കറിയാം പ്രകൃതിയാണ് സത്യമായിട്ടുള്ളത്. ആ സത്യമായ പ്രകൃതിയുടെ ചികിത്സ ഞങ്ങളാരും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല, ആർക്കും ഞങ്ങൾക്ക് അനുഭവപ്പെടാനും സാധിച്ചിട്ടില്ല. അത് കിട്ടിയപ്പോൾ അതെന്താണെന്നും പഠിച്ചപ്പോഴാണ് അറിയുന്നത് പ്രകൃതിക്ക് ഉള്ള ഒരു വികൃതി എന്ന് പറഞ്ഞാൽ എന്ത് പ്രകൃതി നമുക്ക് തരുന്നതാണ്. അത് നമ്മൾ സ്വീകരിച്ചപ്പോഴാണ് അതിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൻ്റെ പാടെ മാറ്റി. എൻ്റെ അസുഖങ്ങൾക്കൊക്കെ കുറവുകൾ വന്നു. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ടും അറിഞ്ഞത് ഈ നാച്ചുറൽ ലൈഫിൽ വന്നതിന് ശേഷമാണ്. അപ്പം സാറിന് ആദ്യം വന്നപ്പം നമ്മുടെ ഷുഗർ എത്രയായിരുന്നു? ഫാസ്റ്റിംഗ് എത്രയായിരുന്നു? ആഹാരത്തിന് മുമ്പ് എന്തായിരുന്നു? ആഹാരത്തിന് മുമ്പ് എനിക്ക് 170 ഷുഗർ ആയിരുന്നു. 170 ഷുഗർ ആഹാരത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആഹാരം കഴിച്ചപ്പോൾ 105 അത് കുറയുകയും ചെയ്തു. പിന്നെ ഞാൻ ഈ തൈറോയിഡിനുള്ള മരുന്ന് ഇവിടുന്ന് കഴിച്ചു, അതും എനിക്ക് കുറഞ്ഞു കിട്ടി. BP-ക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? BP-ക്ക് വ്യത്യാസം വന്നുണ്ട്. മരുന്നുകളൊന്നും നമുക്ക് കഴിക്കാതെ തന്നെ ഇത് പരിഹരിക്കാൻ സാധിച്ചു. ഇപ്പൊ സാറ് മരുന്നൊന്നും കഴിക്കുന്നില്ല? ഇപ്പം മരുന്നെല്ലാം നിർത്തി. പ്രമേഹത്തിന് കഴിക്കുന്നില്ല, BP-ക്കില്ല, ഉറക്കത്തിനില്ല, തൈറോയിഡിന്. അപ്പൊ എല്ലാത്തിനും സാറ് മരുന്ന് നിർത്തിയിരിക്കുകയാണ്. അതെ. അപ്പൊ സാറ് എന്ത് വിശ്വസിച്ചാണ് ഈ മരുന്നൊക്കെ നിർത്തിയിരിക്കുന്നത്? ഈ പ്രകൃതി എന്തായാലും ചതിക്കില്ല. പ്രകൃതിയിലുള്ളതാണ് സർവ്വ മനുഷ്യർ. പ്രകൃതിയിലുള്ള മനുഷ്യര് പ്രകൃതി എന്തായാലും ചതിക്കില്ല. പ്രകൃതിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യൻ പ്രകൃതിയായിട്ട് യോജിച്ച് ജീവിച്ചാൽ മനുഷ്യന് എന്തായാലും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഇരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ സാറിന് കഴിയുന്നത് എല്ലാ മരുന്നുകളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. സാറിന്റെ മനസ്സിൽ എന്താണ്, ഈ മരുന്നുകൾ ഒഴിവാക്കുന്നതാണോ അല്ലെങ്കിൽ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണോ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ട് സാറിന് തോന്നുന്നത്? മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ നാച്ചുറൽ ലൈഫിൽ ആഹാരത്തിൽ കൂടെ മാറ്റാം എന്ന് ഞാൻ മുൻപ് എവിടെയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആഹാരത്തിൽ ഭക്ഷണമാണ് ഔഷധം, അന്നമാണ് ഔഷധം എന്ന് കേട്ടിട്ടുണ്ട്. ആ അന്നം നമ്മൾ കഴിച്ച് രോഗം മാറ്റാമെന്നുള്ള ഒരു സമ്പ്രദായം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് പിന്തുടർന്നപ്പോൾ എനിക്കും എൻ്റെ അനുഭവത്തിൽ അതുണ്ടായി. സാറ് പറയുന്നത് വെറും ആഹാരം വെച്ച് നമ്മുടെ പല രീതികളുള്ള അസുഖങ്ങൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കി പോകാൻ പറ്റുമെന്നാണ് സാറ് പറയുന്നത്? അതെ, ആഹാരമാണ് ഔഷധം. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഈ ആഹാരം നമുക്ക് നമ്മൾ നാച്ചുറൽ ഡയറ്റായിട്ട് തന്നപ്പോൾ സാറിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പക്ഷേ സാറ് മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന രീതികളായിരുന്നു, ഇപ്പോൾ സാറ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു വ്യത്യാസമായിട്ട് സാറ് ഭക്ഷണ രീതികൾ കഴിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടായിട്ട് സാറിന് എന്തെങ്കിലും തോന്നിയായിരുന്നു? ഞാൻ വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വെജിറ്റേറിയൻ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഭക്ഷണത്തിൽ ഇതില്ല, മാറ്റമില്ല. അത് എന്ത് കഴിക്കണമെന്നുള്ളതിനുള്ള നോളജ് എനിക്കില്ലായിരുന്നു. അത് ഇവിടെ വന്നപ്പോഴാണ് ഇന്ന ഭക്ഷണം ഇന്ന രോഗത്തിനുള്ളതാണ്, ഇന്ന ഭക്ഷണം ഇന്ന രോഗത്തിനുള്ളതാണ് എന്നുള്ളത് മനസ്സിലായത്. അത് കഴിച്ചു വന്നപ്പോൾ ആ രോഗത്തിന് ശമനം ഉണ്ടായി. അപ്പം ഭക്ഷണമാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നതെന്ന് നാച്ചുറലിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ സാറിന് എങ്ങനെയുണ്ടായിരുന്നു? ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കൂടെ ഓരോ രോഗവും മാറ്റുന്ന രീതി ആയതുകൊണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പം അലോപ്പതി മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അലോപ്പതി മരുന്ന് ഒന്ന് കഴിച്ചാൽ വേറൊന്ന് സൈഡ് എഫക്റ്റുകൾ അതിൻ്റെ വരാറുണ്ടായിരുന്നു. ഭക്ഷണത്തിനകത്ത് സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്തപ്പോഴേ എനിക്ക് ആ ഭക്ഷണങ്ങളെല്ലാം നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അതെൻ്റെ രോഗവും മാറ്റി തരുന്നുണ്ട്. അപ്പോഴും ആ മരുന്നുകൾ മാറ്റി നമുക്ക് ഭക്ഷണത്തിൽ കൂടെ ഇത് മാറ്റാമെന്ന് വന്നപ്പോൾ എനിക്ക് ഈ ചികിത്സാ രീതിയാണ് ഇനി പിന്തുടർന്ന് ഫോളോ ചെയ്ത് പോകണമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പ്രകൃതിയായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റുകളെല്ലാം പ്രകൃതിയായിട്ട് യോജിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ആ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് അത്രയും ചെയ്തപ്പോൾ എൻ്റെ
രോഗത്തിന് നല്ല ശമനം ഉണ്ടായി. ശരീരം കുറച്ച് ഫ്രീ ആയിട്ട് പോലെ, അല്ലെ ശരീരം അതെ, കുറച്ച് അതെ. പല എന്തോ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ സാറിന് അതെ തോന്നിയിട്ടുണ്ട്. അതെ, ശരീരത്തിന് ഭാരം കുറയുകയും ശരീരഭാഗങ്ങൾക്ക് ഇളക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ എനിക്ക് കൈ കാലൊന്നും പൊക്കാൻ പറ്റില്ലായിരുന്നു. അതെല്ലാം മാറി എനിക്ക് നല്ലവണ്ണം ഇപ്പം ശരീരഭാഗങ്ങൾ ഇളക്കം വന്നിട്ടുണ്ട്. മടക്കാനും മുട്ടൊന്നും മടക്കാനും പാടില്ലായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്. അതെല്ലാം നല്ലവണ്ണം മാറി. സാറിന് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും ഉണ്ടായിരുന്നു, മുട്ടുവേദന അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതും സാറിന് ഭേദമായിട്ടുണ്ട്. ഭേദമായി. ഓക്കെ. എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് സാറിന് പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന രീതിയിൽ പറയാറുള്ളത്? ഇവിടെ മഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മഡ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ യോഗ കാര്യങ്ങൾ. പ്രധാനമായും യോഗ വളരെയധികം എന്നെ അട്രാക്ട് ചെയ്തു. കാരണം യോഗ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു ഉന്മേഷം എനിക്ക് കിട്ടാറുണ്ട്. അത് സാറ് എന്തായാലും പ്രകൃതിപരമായിട്ട് ജീവിച്ചിട്ടുണ്ട്. സാറ് കുറെ കാലങ്ങളായിട്ട് ഈ യോഗയെ പറ്റി സാറിന് ധാരണയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ സാറ് മുമ്പും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സാറ് മുമ്പ് ചെയ്തിട്ടുള്ള യോഗ എക്സ്പീരിയൻസിൽ നിന്നും ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് വ്യത്യാസം? ഓരോ രോഗത്തിനും അതാത് യോഗകളുണ്ട്. ആ യോഗകൾ സാർ പറഞ്ഞു തന്നപ്പോൾ, ഡോക്ടർ പറഞ്ഞു തന്നപ്പോൾ ആ ചികിത്സയ്ക്ക് ആ യോഗ ചെയ്യുമ്പോൾ ആ അസുഖം മാറുന്നുണ്ട്. അപ്പോൾ ആ യോഗ കറക്റ്റായി പഠിപ്പിച്ചാൽ മതി. അപ്പോൾ ആ ചികിത്സയിൽ യോഗയിൽ തന്നെ പകുതി അസുഖം മാറുന്നുണ്ട്, പകുതി ആഹാരത്തിലും മാറുന്നുണ്ട്. ഓക്കെ. അപ്പോൾ യോഗ ചെയ്ത് നമുക്ക് പല രോഗങ്ങളും അതിൽ നിന്നും ചികിത്സിക്കാം എന്നാണ് സാറ് പറയുന്നത്. അതെ അതെ അതെ. നമുക്കിവിടെ ഒരുപാട് സ്റ്റാഫ്സും കാര്യങ്ങളുണ്ട്, ഒരുപാട് സാറിന് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് സ്റ്റാഫ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സ്റ്റാഫ്സിനെ പറ്റിയൊക്കെ സാറിന് എന്താണ് പറയുന്നത്? അവരുടെ പെരുമാറ്റം, അവരുടെ ശീലങ്ങൾ, അല്ലെ അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്? ആ ഒരു പുണ്യമാണത് അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം. കാരണം അവർ ഈ പ്രകൃതിയായിട്ട് യോജിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു വലിയ ആനന്ദമാണ്. പകുതി അസുഖം അതിൽ തന്നെ മാറും. നല്ല പെരുമാറ്റമാണ്, അവരെല്ലാം നല്ല പെരുമാറ്റമാണ്. സാറ് ജീവിക്കുന്ന ഒരു സിറ്റി ലൈഫ് പോലെ ഒരു ജീവിതമാണ്. അപ്പോൾ അതിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട്, അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് സാർ ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ വന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കാലാവസ്ഥയും പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ശുദ്ധവായു ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ശുദ്ധവായു ഇതിനകത്ത് നമുക്ക് നല്ല പോലെ ഒട്ടുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇത്രയും ഒരു AC ഫിറ്റ് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ വന്നിട്ട് അത്ഭുതമായിരിക്കുന്നു. എനിക്കിവിടെ വന്ന് താമസിച്ചപ്പോൾ ഒരു AC ഫിറ്റ് ചെയ്ത അതേ പ്രതീതി, ഫാന് പോലും വേണ്ട ഇവിടെ ഉപയോഗിക്കേണ്ട. നല്ല തണുപ്പുള്ള അന്തരീക്ഷം, വൃക്ഷങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് ഈ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഒരുപാട് സന്തോഷം സാറിൻ്റെ അനുഭവം നമുക്ക് പങ്കുവച്ചതിന്. അപ്പം നമുക്ക് നമ്മുടെ ഈ നാച്ചുറൽ ലൈഫ് പ്രേക്ഷകരോട് എന്ത് സന്ദേശമാണ് സാറിന് നൽകാനുള്ളത്? നേച്ചറാണ് ലൈഫ്. അപ്പം ആ ലൈഫിലുള്ളവർക്ക് എനിക്ക് കൊടുക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേച്ചറായിട്ടുള്ള ലൈഫാണ് എല്ലാവർക്കും വേണ്ടത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈഫല്ല. നാച്ചുറൽ ലൈഫിൽ എല്ലാം നേച്ചറായിരിക്കും, സത്യമാണ് നാച്ചുറൽ ലൈഫിൽ എനിക്ക് കൊടുക്കാനുള്ളത്. ഈ നാച്ചുറൽ ലൈഫിൽ നിങ്ങളെല്ലാവരും പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രകൃതിയാണ് നമ്മുടെ മാതാവ്. അതിലോട്ടുള്ള ഭക്ഷണക്രമങ്ങളും ഭക്ഷണ രീതികളും നമ്മൾ അനുവർത്തിക്കാനായിട്ട് ഇനി എല്ലാവരും ശ്രമിക്കാമെന്നാണ് എല്ലാവർക്കും എനിക്ക് തരാനുള്ള ഉപദേശം. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക, നാച്ചുറലോട്ട് മടങ്ങും, പ്രകൃതിയെ സംരക്ഷിക്കും. താങ്ക് യു സർ. നാച്ചുറൽ ലൈഫിന് സാറിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.